ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ നിസ്കാര കുപ്പായത്തിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാലിയൽ ഹജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിൻ്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ. നമ്മളെ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കരിക്കാൻ ചില മര്യാദകളുണ്ടെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു. ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചു തന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഹാഫിളു അലസ്വലാത്തിൽ വുസ്താ. നിങ്ങൾ 5 വക്ത നിസ്കാരം കൃത്യമായി ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കണേ. ഒരിക്കലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നിസ്കാരം ഖളാക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അത്രയും ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒരു ആരാധനയാണ് നിസ്കാരമെന്ന് പറയുന്നത്. നിസ്കരിക്കാൻ നമ്മൾക്ക് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ, നിസ്കരിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ, നിസ്കരിക്കാൻ നമ്മൾക്ക് മടിയായി തോന്നുന്നുണ്ടെങ്കിൽ, അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭക്തിയില്ലാത്ത ആളുകൾക്കാണ് നിസ്കരിക്കാൻ തോന്നാതിരിക്കുക. ഭക്തി വേണം. അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ സമയമായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകൂല. പല ആളുകളും വളരെ ലാഘവത്തോടുകൂടെ സുബ്ഹിയും ളുഹുറും അസറും മഗ്രിബിയും തുടങ്ങിയ നിസ്കാരങ്ങൾ ഖളാ ആക്കുകയാണ്. പല ആളുകളും നിസ്കരിക്കുന്നില്ല. പല ആളുകളും ജുമുഅ നിസ്കാരം വളരെ ലാഘവത്തോടുകൂടെ കളയുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവർക്കൊക്കെ വലിയ അദാബുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കപ്പെടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമലേതാണെന്നറിയോ? അത് അസ്വലാത്തു, അത് നിസ്കാരമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞത്, ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ. എൻ്റെ സമൂഹമേ, നിങ്ങളെ നിസ്കാരത്തിനെ സൂക്ഷിക്കണേ, നിങ്ങളെ നിസ്കാരം ഒഴിവാക്കരുതേ. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും നമ്മൾ ഖളാ ആക്കാനോ അതല്ലെങ്കിൽ ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളതാണ്. നിസ്കരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നിർബന്ധമാണ്, ചില കാര്യങ്ങൾ നിസ്കാരത്തിൽ ഷർത്താണ്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നാം നിസ്കരിക്കേണ്ടത്. എന്നാൽ അതിന് പുറമെ നിസ്കരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തസീനുൻ, നിസ്കരിക്കുമ്പോൾ ഭംഗിയാവുക എന്നുള്ളത്. ചില ആളുകൾ മനസ്സിലാക്കിയത് കല്യാണത്തിനും അതുപോലെ തന്നെ വീട് താമസത്തിനും ഇങ്ങനെ തുടങ്ങിയ ഫംഗ്ഷന് പോകുമ്പോഴാണ് ഭംഗിയാകേണ്ടത് എന്നാണ്. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തസീനുൻ,
നല്ല ഭംഗിയാകണം, ശരീരം ഭംഗിയുണ്ടാകണം, നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയാവണം, ധരിക്കുന്ന ഡ്രസ്സ് ഭംഗിയുണ്ടാകണം, വൃത്തിയുണ്ടാകണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അറിയാം, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സ് ഭംഗിയാവണം. നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ പോവുകയാണ്, അള്ളാഹുവിനോട് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു വൃത്തിയുള്ളവരെ, അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ വൃത്തിയാവേണ്ടത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. നമ്മളെ കൂട്ടുകാരനെ കാണാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ നല്ല ഭംഗിയാകും, നല്ല ഡ്രസ്സ് ധരിക്കും, അതുപോലെ തന്നെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കും, തലയൊക്കെ ഒന്ന് വൃത്തിയാക്കും, കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പോവുക. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകം പടച്ച, നമ്മളെ കൂട്ടുകാരനെ പടച്ച, നമുക്ക് ഇഷ്ടമുള്ളവരെ പടച്ച, നമ്മൾക്ക് ഭക്ഷണം തരുന്ന, എല്ലാം നൽകി പോറ്റി വളർത്തുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ, അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയാവേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വസ്ത്രം ശുദ്ധിയാക്കണമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഉമ്മമാരോട് എനിക്ക് ഉണർത്താനുണ്ട്. ചില ഉമ്മമാര് അവരുടെ നിസ്കാര കുപ്പായങ്ങള് റമളാൻ മാസം വരുമ്പോൾ മാത്രം അലക്കുന്ന ചില ഉമ്മമാരുണ്ട്. അതുപോലെ ചില ഉമ്മമാരുണ്ട് ഹൈലായി കഴിഞ്ഞാൽ മാത്രം, മെൻസസ് ആയി കഴിഞ്ഞാൽ മാത്രം നിസ്കരിക്കുന്ന ഡ്രസ്സ് അലക്കുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയല്ല വേണ്ടത്. ചില ഉമ്മമാര് ആഴ്ചയിലാണ് നിസ്കരിക്കുന്ന ഡ്രസ്സ് അലക്കുക. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്ന ഡ്രസ്സായിരിക്കണം ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടാകേണ്ടത്. നമ്മൾ കല്യാണത്തിന് പോകുന്ന ഡ്രസ്സിനേക്കാൾ, അതുപോലെ തന്നെ ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിനേക്കാൾ കൂടുതൽ സുഗന്ധവും അതുപോലെ തന്നെ ഭംഗിയും ഉണ്ടാവേണ്ടത് നിസ്കാര കുപ്പായത്തിനാണ്. ചില ഉമ്മമാരുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ സങ്കടകരം തോന്നും. ചില ഉമ്മമാരുണ്ട് നിസ്കാര കുപ്പായം ഇങ്ങനെ നിസ്കാര മുസല്ലയിൽ ഇങ്ങനെ മടക്കി പിന്നെയും മടക്കി പിന്നെയും മടക്കി പിന്നെയും മടക്കി സ്പ്രിങ് പോലെ ആയിട്ടുണ്ടാകും. അങ്ങനെയല്ല എൻ്റെ ഉമ്മമാരെ ചെയ്യേണ്ടത്. നമ്മൾ നിസ്കരിക്കുന്ന കുപ്പായങ്ങൾ തേച്ച് നല്ല അയണൊക്കെ ചെയ്ത് സുബ്ഹാനല്ലാഹ് അത് ആങ്കറിൽ തൂക്കിയാൽ എത്ര വൃത്തിയോടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയും. നിസ്കരിക്കുന്ന സമയത്ത് വൃത്തി ഉണ്ടെങ്കിൽ, നിസ്കരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ നല്ല ഉന്മേഷത്തോടുകൂടെ നമ്മൾക്ക് നിസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തി ഉണ്ടാകും. അത് ആഴ്ചയിലും മാസത്തിലും കൊല്ലത്തിലൊക്കെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിസ്കാര കുപ്പായം മാത്രം പലരും ചേഞ്ച് ചെയ്യൂല. അത് കഴിവിൻ്റെ പരമാവധി എത്രത്തോളം ഉജാലയിൽ മുക്കാൻ കഴിയോ അത്രത്തോളം ഉജാലയിൽ മുക്കിയിട്ടാണ് പലരും നിസ്കരിക്കാറുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നിസ്കാര കുപ്പായം നല്ല വൃത്തി ഉണ്ടാവുക, നിസ്കാര കുപ്പായം നല്ല ഭംഗി ഉണ്ടാകുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ചില ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ചില ഉമ്മമാര് നിസ്കരിക്കുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നിസ്കാര കുപ്പായം കയറിയിട്ടുണ്ടാവും, ഇങ്ങനെ കയറി വന്നിട്ടുണ്ടാകും. അങ്ങനെ കയറി വന്നാൽ നിങ്ങളെ നിസ്കാരം ബത്തിലായി പോകും. കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകഴിയും ഒഴിച്ച് എല്ലാ ഭാഗവും നിസ്കാരത്തിൽ ഔറത്താണ്. അപ്പൊ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവട്ടോ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ചില ഉമ്മമാര് സുജൂദിലേക്ക് പോകുമ്പോൾ അവരെ കാലൊക്കെ കാണും, നിസ്കാര കുപ്പായം അങ്ങനെ കയറി അവരെ കാലുകളൊക്കെ കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതുപോലെ തന്നെ ചില ഉമ്മമാര് നിസ്കരിക്കുമ്പോൾ അവരെ മുടിയൊക്കെ ഇങ്ങനെ കാണും. മഫ്തന്റെ അവരുടെ മുഖമക്കനുള്ളിലൂടെ മുടിയൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കണേ. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, ആത്മാർത്ഥതയോടുകൂടെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന നിലക്ക് നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് നിസ്കരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ആരാധനകളൊക്കെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. വളരെ കുറഞ്ഞ ഇബാദത്തുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എൻ്റെ മൂത്താപ്പ മരണപ്പെട്ടു പോയി, മൂത്തമ്മ മരണപ്പെട്ടു പോയി. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ല, അവരിൽ നിന്ന് വന്നു പോയ അരുതായ്മകൾ മാപ്പ് കൊടുക്കണേ റഹ്മാനെ, സ്വർഗത്തിന്റെ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ല. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അലങ്കരിക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിഹായ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. മനസ്സിന് റാഹത്ത് നൽകണേ അല്ല, നല്ല ജീവിതം നൽകണേ അല്ല, എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല. സാലിഹായ ഉദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ടെൻഷനുകളൊക്കെ അകറ്റി കൊടുക്കണേ അല്ല. മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല, ഭാര്യമാരിൽ ബർക്കത്ത്, ഭർത്താക്കന്മാരിൽ ബർക്കത്ത് നൽകണേ അല്ല. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല, ജോലി ഇല്ലാത്തവർക്ക് ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ല. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കൈവിഷങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും നൽകണേ അല്ല, ആഖിബത്ത് നന്നാക്കി തരണേ അല്ല, സ്വർഗം നൽകണേ അല്ല, ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാനെ. സ്വർഗ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഭക്തി നൽകണേ റഹ്മാനെ, ക്ഷമ നൽകണേ അല്ലാ, ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ റഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.